ഹായ് മക്കളെ, ക്വിസ് ബീറ്റ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി IT ക്വിസ് പ്രിപ്പറേഷന് സഹായിക്കുന്ന പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമായാണ് ക്വിസ് ബീറ്റ് മലയാളം ഇന്ന് വന്നിരിക്കുന്നത്. മികച്ച മാർക്ക് സ്കോർ ചെയ്യുന്നതിന് വേണ്ടി ഒരു ചോദ്യം പോലും ഒഴിവാക്കാതെ ഈ വീഡിയോ മുഴുവനായി കാണുക. ഈ വീഡിയോ മക്കൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനും മറക്കരുത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ജോൺ മക്കാർത്തി. ലോക പ്രശസ്തമായ ChatGPT വികസിപ്പിച്ചെടുത്ത കമ്പനി ഏതാണ്? ഉത്തരം ഓപ്പൺ AI. ഗൂഗിൾ പുറത്തിറക്കിയ ഏറ്റവും പുതിയതും ശക്തവുമായ AI മോഡൽ ഏതാണ്? ഉത്തരം ജെമിനി, പഴയ പേര് ബാർഡ്. കേരളത്തിലെ സ്കൂൾ കമ്പ്യൂട്ടറുകളിൽ ഉപയോഗിക്കുന്ന ഏറ്റവും പുതിയ സ്വതന്ത്ര ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏത്? ഉത്തരം കൈറ്റ് ഗ്നു അഥവാ ലിനക്സ്. സ്കൂളുകളിലെ IT പഠനത്തിനായി കൈറ്റ് വികസിപ്പിച്ചെടുത്ത ഓൺലൈൻ ലേണിംഗ് മാനേജ്മെൻറ്റ് പ്ലാറ്റ്ഫോം ഏതാണ്? ഉത്തരം സമഗ്ര. കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളിലേക്ക് അനുമതിയില്ലാതെ ആളുകൾ കടന്നുകയറുന്നത് തടയാൻ ഉപയോഗിക്കുന്ന സുരക്ഷാ സംവിധാനം ഏത്? ഉത്തരം ഫയർവാൾ. സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി ഇന്ത്യയിൽ നിലവിലുള്ള പ്രധാന നിയമം ഏതാണ്? ഉത്തരം IT ആക്ട് 2000, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000. കൈറ്റ് ഗ്നു ലിനക്സിൽ ത്രിമാന ചിത്രങ്ങളും ആനിമേഷനുകളും തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഏത്? ഉത്തരം ബ്ലെൻഡർ. വെബ്സൈറ്റുകളുടെ വിലാസത്തിന് മുന്നിലുള്ള HTTPS എന്നതിൻ്റെ പൂർണ്ണരൂപം എന്ത്? ഉത്തരം ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ സെക്യൂർ. ക്രിപ്റ്റോ കറൻസികൾ, ഡിജിറ്റൽ ഇടപാടുകൾ എന്നിവ സുരക്ഷിതമാക്കാൻ ഉപയോഗിക്കുന്ന വികേന്ദ്രീകൃത സാങ്കേതിക വിദ്യ ഏത്? ഉത്തരം ബ്ലോക്ക് ചെയിൻ. ഇൻ്റർനെറ്റ് വഴി പണം തട്ടാനായി വ്യാജ വെബ്സൈറ്റുകളോ ലിങ്കുകളോ അയച്ച് ഉപഭോക്താക്കളെ പറ്റിക്കുന്ന രീതിക്ക് പറയുന്ന പേരെന്ത്? ഉത്തരം ഫിഷിംഗ്. ഇന്ത്യയുടെ സ്വന്തം ഗതി നിർണയ സംവിധാനമായ
നേവിഗേഷൻ സിസ്റ്റം നാവിക് വികസിപ്പിച്ചെടുത്തത് ആര്? ഉത്തരം ISRO. ആദ്യത്തെ ഇലക്ട്രോണിക് ഡിജിറ്റൽ കമ്പ്യൂട്ടർ ഏതാണ്? ഉത്തരം ENIAC. കമ്പ്യൂട്ടറിൻ്റെ പ്രധാന മസ്തിഷ്കമായി കണക്കാക്കപ്പെടുന്ന CPU-വിൻ്റെ പൂർണ്ണരൂപം എന്ത്? ഉത്തരം സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. പ്രോഗ്രാമിംഗ് പഠിക്കുന്നതിനായി സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഉപയോഗിക്കുന്ന ലളിതമായ വിഷ്വൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഏത്? ഉത്തരം സ്ക്രാച്ച്. സ്വതന്ത്ര സോഫ്റ്റ്വെയർ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? ഉത്തരം റിച്ചാർഡ് സ്റ്റോൾമാൻ. ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ കേർണൽ വികസിപ്പിച്ചെടുത്തത് ആര്? ഉത്തരം ലിനസ് ടോർവാൾഡ്സ്. ലോകത്തിലെ ആദ്യത്തെ പ്രോഗ്രാമറായി കണക്കാക്കപ്പെടുന്നത് ആരെയാണ്? ഉത്തരം എയ്ഡ ലവ്ലേസ്. ഒരു വെബ് പേജ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അടിസ്ഥാന കോഡിംഗ് ഭാഷ ഏതാണ്? ഉത്തരം HTML ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. നിലവിൽ ലോകത്തിൽ ഏറ്റവും വേഗത്തിൽ വളരുന്നതും AI പ്രോഗ്രാമിങ്ങിനായി വ്യാപകമായി ഉപയോഗിക്കുന്നതുമായ ഭാഷ ഏത്? ഉത്തരം പൈത്തൺ. കമ്പ്യൂട്ടർ മെമ്മറിയിലെ ഏറ്റവും ചെറിയ അളവ് ഏതാണ്? ഉത്തരം ബിറ്റ്. ഒരു ഗിഗാബൈറ്റ് അഥവാ 1 GB എന്നാൽ എത്ര മെഗാബൈറ്റ് അഥവാ MB ആണ്? ഉത്തരം 1024 MB. കമ്പ്യൂട്ടർ ഓൺ ചെയ്യുമ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രധാന മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരെന്ത്? ഉത്തരം ബൂട്ടിംഗ്. ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടിങ്ങിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ഡോക്ടർ വിജയ് P. ഭാത്കർ. ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ്?
ഉത്തരം പരം 8000. USB എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? ഉത്തരം യൂണിവേഴ്സൽ സീരിയൽ ബസ്. വേൾഡ് വൈഡ് വെബ് കണ്ടുപിടിച്ചത് ആരാണ്? ഉത്തരം ടിം ബെർണേഴ്സ്-ലീ. ഇൻ്റർനെറ്റിലൂടെ സാധനങ്ങളും സേവനങ്ങളും വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന രീതിക്ക് പറയുന്ന പേരെന്ത്? ഉത്തരം ഇ-കൊമേഴ്സ്. വിവരങ്ങൾ താൽക്കാലികമായി സൂക്ഷിച്ചു വയ്ക്കുന്ന കമ്പ്യൂട്ടറിലെ പ്രാഥമിക മെമ്മറി ഏതാണ്? ഉത്തരം റാം, റാൻഡം ആക്സസ് മെമ്മറി. കമ്പ്യൂട്ടർ സിസ്റ്റത്തിന് കേടുപാടുകൾ വരുത്തുന്ന പ്രോഗ്രാമുകളെ പൊതുവായി പറയുന്ന പേരെന്ത്? ഉത്തരം മാൽവെയർ അഥവാ വൈറസ്. ഒരു കമ്പ്യൂട്ടറിൽ നിന്നും മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് ഫയലുകൾ കൈമാറാൻ ഉപയോഗിക്കുന്ന പ്രോട്ടോക്കോൾ ഏത്? ഉത്തരം FTP, ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. കൈറ്റ് GNU ലിനക്സിൽ വെക്ടർ ഗ്രാഫിക്സ് ഡിസൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഏത്? ഉത്തരം ഇങ്ക്സ്കേപ്പ്. ഡാറ്റാബേസ് മാനേജ്മെൻറ്റിനായി സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന ജനപ്രിയ സോഫ്റ്റ്വെയർ ഏതാണ്? ഉത്തരം ലിബ്രെ ഓഫീസ് ബേസ്. ബ്ലൂടൂത്ത് സാങ്കേതികവിദ്യയ്ക്ക് ആ പേര് വരാൻ കാരണമായത് ഏത് രാജ്യത്തെ രാജാവിൻ്റെ പേരാണ്? ഉത്തരം ഡെൻമാർക്ക്. ഹരാൾഡ് ബ്ലൂടൂത്ത് എന്നായിരുന്നു രാജാവിൻ്റെ പേര്. ഇൻ്റർനെറ്റ് ലോകത്തെ ഒബ്ജക്റ്റുകളെയും ഉപകരണങ്ങളെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന സാങ്കേതിക വിദ്യ ഏത്? ഉത്തരം IoT, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്. കമ്പ്യൂട്ടർ ശൃംഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പ്രധാന നെറ്റ്വർക്കിംഗ് ഉപകരണം ഏത്? ഉത്തരം റൂട്ടർ. ഒരു നെറ്റ്വർക്കിലെ കമ്പ്യൂട്ടറുകൾ പരസ്പരം ക്രമീകരിച്ചിരിക്കുന്ന രീതിക്ക് പറയുന്ന പേരെന്ത്? ഉത്തരം ടോപ്പോളജി. വൈഫൈ എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? ഉത്തരം വയർലെസ് ഫിഡിലിറ്റി. ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന ഒരാൾ പാലിക്കേണ്ട പൊതുവായ പെരുമാറ്റച്ചട്ടങ്ങൾക്ക് പറയുന്ന പേരെന്ത്? ഉത്തരം നെറ്റിക്വറ്റ്.
ഉപഭോക്താവിൻ്റെ അനുവാദമില്ലാതെ കമ്പ്യൂട്ടറിലെ വിവരങ്ങൾ ചോർത്തുന്ന സോഫ്റ്റ്വെയറുകൾക്ക് പറയുന്ന പേരെന്ത്? ഉത്തരം സ്പൈവെയർ. ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ കമാൻഡുകൾ ടൈപ്പ് ചെയ്ത് പ്രവർത്തിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വിൻഡോ ഏതാണ്? ഉത്തരം ടെർമിനൽ. ലോകത്തിലെ ഏറ്റവും വലിയ പ്രൊഫഷണൽ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ് ഏതാണ്? ഉത്തരം ലിങ്ക്ഡിൻ. ഈയിടെ വാർത്തകളിൽ നിറഞ്ഞ മനുഷ്യ മസ്തിഷ്കത്തെ കമ്പ്യൂട്ടറുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്ന ഇലോൺ മസ്കിൻ്റെ ചിപ്പ് പ്രൊജക്റ്റ് ഏതാണ്? ഉത്തരം ന്യൂറാലിങ്ക്. PDF ഫയലുകളുടെ പൂർണ്ണരൂപം എന്ത്? ഉത്തരം പോർട്ടബിൾ ഡോക്യുമെന്റ് ഫോർമാറ്റ്. ഒരു ഇമെയിൽ വിലാസത്തിൽ ഉപഭോക്താവിൻ്റെ പേരിനെയും ഡൊമൈൻ പേരിനെയും വേർതിരിക്കുന്ന ചിഹ്നം ഏത്? ഉത്തരം @. ഓപ്പൺ സോഴ്സ് ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രധാനമായും ഏത് കമ്പനിയുടേതാണ്? ഉത്തരം ഗൂഗിൾ. കമ്പ്യൂട്ടർ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും തമ്മിൽ ആശയവിനിമയം സാധ്യമാക്കുന്ന പ്രധാന പ്രോഗ്രാം ഏത്? ഉത്തരം ഓപ്പറേറ്റിംഗ് സിസ്റ്റം. സൈബർ സുരക്ഷ ഉറപ്പാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന OTP എന്നതിൻ്റെ പൂർണ്ണരൂപം എന്ത്? ഉത്തരം വൺ ടൈം പാസ്വേഡ്. ഇൻ്റർനെറ്റിലൂടെ കമ്പ്യൂട്ടിംഗ് സേവനങ്ങളും സ്റ്റോറേജും നൽകുന്ന സാങ്കേതികവിദ്യ ഏത്? ഉത്തരം ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. ഡിജിറ്റൽ ഒപ്പുകൾ സുരക്ഷിതമാക്കാൻ ഉപയോഗിക്കുന്ന ഗണിതശാസ്ത്ര രീതി ഏതാണ്? ഉത്തരം ക്രിപ്റ്റോഗ്രഫി. എല്ലാ മക്കൾക്കും ഈ ചോദ്യോത്തരങ്ങൾ നിങ്ങളുടെ IT ക്വിസ് പ്രിപ്പറേഷന് ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിനായി ക്വിസ് ബീറ്റ് മലയാളം ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടണേ. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. എല്ലാ മക്കൾക്കും ക്വിസ് മത്സരത്തിന് ഉയർന്ന മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.